പ്പെടുത്തുന്നതായ ഒരു നിക്കാഹ് അത് ഇപ്പോൾ നിലവിലില്ല. പൂർവകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പെണ്ണിന് അവസരോചിതമായി മഹർ കിട്ടൂല. പെണ്ണിന്റെ പിതാക്കന്മാർ അവരുടെ മഹർ കൊണ്ട് കളിപ്പിക്കുകയാണ്. വലായസിഹു നിക്കാഹു സിഗാരി, വലായസിഹു സഹിയാവുകയില്ല നിക്കാഹു സിഗാരി, സിഗാറിന്റെ നിക്കാഹ്. അത് തരീഫ് പറയും. സിഗാർ വായിക്കേണ്ടത് ബിമുഅ്ജമതൈനി, ഐനിന് പുള്ളി വേണം, സീനും പുള്ളി. ഊലാഹുമാ മക്സൂറത്തുൻ, എങ്ങനെ വായിക്കണം? സിഗാർ. വലാ യസിഹു നിക്കാഹു സിഗാർ, ദുരിതപ്പെടുത്തുന്ന നിക്കാഹ്. മഹർ കൊടുക്കാതെ ഈ പെൺകുട്ടി മറ്റൊരാളുടെ പിന്നെ നടക്കേണ്ടി വരുന്നു മഹർ കിട്ടാൻ. അവളുടേതായ മഹർ അവൾക്കില്ല. വായിക്കേണ്ടത് ബിമുഅ്ജമതൈനി, ഊലാഹുമാ മക്സൂറത്തുൻ, ആദ്യത്തേത് കസർ. സിഗാർ ലിന്നഹി അൻഹു, സിഗാറിന്റെ നിക്കാഹിനെ തൊട്ട് വിരോധം വന്നതിന് വേണ്ടി ഫീ ഖബരി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അനി സിഗാർ. ഇത് ബുഖാരിയിൽ തന്നെ പറയുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ തൻ്റെ മകളെ കെട്ടിക്കുക. മകൾക്ക് എന്ത് വേണ്ട? മഹർ വേണ്ടേ വേണ്ട. ഒരു മനുഷ്യൻ തൻ്റെ മകളെ കെട്ടിക്കുക, തൻ്റെ മകൾക്ക് എന്ത് തേടാൻ പാടില്ല. എന്നാൽ ഇയാള് അയാളുടെ മകളെ കെട്ടിച്ചു കൊടുക്കും അയാൾക്ക്. അന്നേരം എന്ത് തേടൂല? സാധാരണ ഇടുന്നൊരാണിനെ അപ്പുറത്തും അവരുടെ പെങ്ങളെ ഇവനും കെട്ടലുണ്ട് സൂത്രത്തിലാകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരാൺകുട്ടി കെട്ടാനുണ്ട്, അവിടെ ഒരു പെണ്ണുണ്ട്, എന്ത് ചെയ്യാറുണ്ട്? ആടെയുള്ള പെണ്ണിനെ ഇവൻ കെട്ടു, ഇവിടെയുള്ള പെണ്ണിനെ അവിടെയുള്ളവൻ കെട്ടു. ഇങ്ങനെ വരുന്നില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടൽ. അതുപോലത്തെ വേറൊരു സൂത്രം. എൻ്റെ മകൾക്ക് എന്ത് വേണ്ടേ വേണ്ട, അതോട് സഹിച്ചോട്ടെ എന്ന് ഞാൻ ഫ്രീ ആക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടിച്ചു തരും. അതില്ല. എന്നാൽ നിങ്ങളുടെ മകളെ എനിക്ക് നിങ്ങൾ കെട്ടിച്ചു തന്നാൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മകന് കെട്ടിച്ചു കൊടുക്കണം. എന്ത് ചോദിക്കാൻ പാടില്ല? ഇവിടെ എന്താ വശം? ഇതെങ്ങനെ ഈ പദം വന്നത്? സിഗാർ, ശഹറൽ കൽബു റിജ്ലഹു എന്ന അർത്ഥം. ശഹറ ഉയർത്തി അൽ കൽബു, നായ റിജ്ലഹു പാത്താൻ വേണ്ടി നായ കാലുയർത്തുന്നില്ലേ? റഫഅൻ, ശഹറൽ കൽബു റിജ്ലഹു, ശഹറ എന്ന് പറഞ്ഞാൽ റഫഅൻ. ഫകാന കുല്ലൻ, ഓരോ ആളും യഖൂലു പറഞ്ഞതുപോലെയായി. ഇവിടെ പിന്നെ മിൻഹുമാനർത്ഥം. ലാ തർഫഅ റിജ്ല ബിന്തി, നിങ്ങൾ എൻ്റെ മകളുടെ കാലിനെ ഉയർത്തരുത്, കാല് ഉപയോഗപ്പെടുത്തരുത്. ഹത്താ അർഫഅ റിജ്ല ബിന്തിക്കാൻ, ഞാൻ ഉയർത്തുന്നത് വരെ നിങ്ങളുടെ മകളുടെ രിജിലിനെ. മഹറില്ലാണ്ട് സ്വന്തം ഞാൻ നിങ്ങളുടെ മകളെ ഉപയോഗപ്പെടുത്തും, അന്നേരം നിങ്ങൾക്കും ജായിസാകും. എന്ത്? മഹറില്ലാണ്ട് എൻ്റെ മകളെ ഉപയോഗപ്പെടുത്തരുത്. അപ്പോൾ മഹറിനെ തൊട്ട് കാലിയായി. പെണ്ണ് നോക്കുമ്പോൾ മഹറില്ല, പക്ഷേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കൽ ആദായത്തിലായി. ഈ മഹറോടൊത്ത് മറ്റൊരിക്കലും ലാഭം കിട്ടി. തൻ്റെ മകളെ കെട്ടിക്കൽ തീർന്ന്. മഹർ വാങ്ങിയിട്ടില്ല, പെണ്ണിന് മഹറില്ല. അപ്പോൾ ഈ നിക്കാഹിനെ മുഴുവൻ ചുമതല ആരവരടിയില വന്നത്? പെണ്ണിൻ്റെ പേരിൽ. രണ്ട് പെണ്ണല്ലേ തങ്ങുന്നു. എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു, മഹർ വാങ്ങിയ
അവന്റെ മകളെ ഇവനിക്കണിയാക്കി കൊടുത്തില്ലേ? മകനുണ്ടാ? അപ്പൊ ഇതിന് വേണ്ടുന്ന എല്ലാ ചെലവുകളും ആരുടെ വേലയായി? മഹറിനെ തൊട്ട് കാലിയായ ശഹറൽ ബലബലദു എന്ന് പറയുന്നത്. ഇതാ ഖല എന്നർത്ഥം. ഷഹറ ഖല സുൽത്താനിനെ തൊട്ട് കാലിയായ ഷഹറൽ ബലദു എന്നാണ് പറയുന്നത്. ഷഹറ. ഇവിടെ നടക്കുന്ന പ്രശ്നം അനിൽ മഹരി. എന്താണ്? മഹറിനെ തൊട്ട് കാലിയായില്ലേ? മഹർ വാങ്ങാൻ അധികാരമില്ലാതായില്ലേ? അല്ലെങ്കിൽ ഷർത്തിനെ തൊട്ട് കാലിയായില്ലേ? സ്വതന്ത്രമായി കെട്ടിക്കുകയല്ലേ വേണ്ടത്? ഇങ്ങനെ നിബന്ധന വെച്ചിട്ടാണോ കെട്ടിക്കൽ? അപ്പൊ ചില ഷർത്തിനെ തൊട്ട് കാലിയായി. എങ്ങനെയായാലും കാലിയാവൽ വരുന്നില്ലേ? ബഹുവാ നിക്കാഹു സിഗാർ ശർഅൻ കമാ ഫി ആഖിരിൽ ഖബരി. ഹദീസിന്റെ അവസാനത്തിൽ തന്നെ ഉണ്ട്. സിഗാറിന്റെ തഫ്സീർ ഈ മത്തിനിൽ കൊടുത്തത് ഹദീസ് നോക്കിയിട്ടാണ്. ഹദീസിന്റെ അവസാനം അൽ മുഹ്തമിലി, ആ അവസാനം ആകാൻ സാധ്യത അയ്യക്കൂന ആര് തന്നെ തഫ്സീർ പറഞ്ഞതായിരിക്കും. ഹദീസിന്റെ ലാസ്റ്റ് ഉണ്ട് സിഗാർ എന്ന് പറഞ്ഞാൽ അയ്യുസബിജറത്തിനും ബിന്ദവും അല്ല അയ്യുസബിജഹുല്ലാഹും ബിന്ദവും. ബുഖാരി മുസ്ലിമിലുണ്ട്. ഹദീസിന്റെ അകത്തന്നെ ഉണ്ട്. അത് ആരുടെ വാക്ക് തന്നെ ആകാം. ഈ സിഗാറിന്റെ തഫ്സീർ അല്ലെങ്കിൽ ആ വ്യാഖ്യാനം ആര് കടത്തിക്കൂട്ടിയതുമാകാം. ഇബ്നു ഉമർ റാവി, നബിയെ തൊട്ടുള്ള റാവി, ഹദീസ് നബിയെ തൊട്ട് ഹദീസ് റിവായത്ത് ചെയ്ത ആളാണ് ഈ നിക്കാഹു സിഗാർ. അവർ പറഞ്ഞ അർത്ഥവുമാകാം. ഇനി അതുമായിക്കൊള്ളണമെന്നില്ല. നാഫിഈൻ അല്ലെങ്കിൽ ആര് കൊടുത്ത അർത്ഥം റാവിഹി അൻഹു. ഇബ്നു ഉമറിനെ തൊട്ടുള്ള റാവി ആരാ? ആ നാഫി എന്നവർ കൊടുത്തതും ആകാം. അവിടെ അർത്ഥം നീതി കാണുന്നുണ്ട് ഹദീസിൽ. സിഗാർ എന്ന് പറഞ്ഞാൽ അയ്യുസബ്ബിജറജുലു ഇബ്നതഹു അല അയ്യുസബ്ബിജഹു അൽ ആഖറു ഇബ്നതഹു വലൈസ ബൈനഹുമാ സദാഖുൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നബി തന്നെ ഡയറക്റ്റ് പറഞ്ഞതും ആകാം. പിന്നെ ആരും ആകാം. ഇബ്നു ഉമർ എന്ന റാവി പറഞ്ഞതും ആകാം. ഇനി അതുമായിട്ടില്ലെങ്കിൽ നാഫി തന്നെയാണ് പറഞ്ഞതെന്ന് മാസറാഹിൽ ബുഖാരിയും അബൂദാവൂദ ആല നാഫി എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തത് എന്താവും? റാവിയാണ് തഫ്സീർ പറഞ്ഞതെങ്കിലും ആ തഫ്സീർ അംഗീകരിക്കപ്പെടും. എന്തുകൊണ്ട്? റാവിയാണല്ലോ ഖബറിന്റെ തഫ്സീർ അറിയുന്നവർ, മറ്റുള്ളവരെക്കാണ്. ആ തഫ്സീർ അംഗീകരിക്കപ്പെടാം. ആ തഫ്സീർ പറഞ്ഞത് ആരായാലും റാവി ആയാലും. നബിയല്ലല്ലോ പറഞ്ഞത്, റാവിയല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതല്ലോ. പറയുന്ന സീഗ എങ്ങനെ? ചേർത്തൊന്നുമല്ല പോലും. ചിലയിടത്ത് ഉഫ്തിനെ കൊണ്ട് കളിക്കുമ്പോൾ ഇവന്റെ ഉഫ്തിനെ ഫ്രീ ആയിട്ട് കെട്ടിച്ചു കൊടുത്താൽ ഓന്റെ ഉഫ്തിനെ ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് കെട്ടും. അത് ഇവൻ തന്നെ കെട്ടിക്കണമെന്നില്ല. ഇവന്റെ മോനിക്ക് കെട്ടിക്കല്. ഇവന്റെ മോനിക്ക് ഒരു പെണ്ണ് വേണം. അവന്റെ പെണ്ണിനെ ഫ്രീ ആയിട്ട് കെട്ടിച്ചു കൊടുക്കുമെങ്കിൽ ഇവന്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ എന്ത് വാങ്ങൂല? അതേ ആളാകണമെന്നൊന്നുമില്ല. ഇതൊക്കെയാണെന്നില്ലേ ബിന്ദി എന്നാ പറഞ്ഞത്. ഇത് ബിന്ദന്നാകണമെന്നുണ്ടോ? അതുപോലെ ഇവൻ തന്നെ കെട്ടണമെന്നുണ്ടോ? അല്ല, ഈ കെട്ടിക്കല് സഹോദരീനെ കെട്ടിക്കുമ്പോൾ വരില്ല. അല്ലെങ്കിൽ ഇളയപ്പാന്റെ മോളെ കെട്ടിക്കുമ്പോഴും മഹർ വാങ്ങാണ്ട് അല്ലേ? അങ്ങ് ഇങ്ങോട്ടും മഹർ വാങ്ങൂല എന്നാ പറയും. മഹർ വാങ്ങൂല എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഇവന്റെ മകന് അല്ലെങ്കിൽ ഇവന്റെ ജ്യേഷ്ഠന് ആരെങ്കിലും ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ കെട്ടുമ്പോൾ എന്ത് ചോദിക്കാൻ പാടില്ല? ഈ പെണ്ണെന്ത് ചെയ്തത്? പെണ്ണ് ഉത്തരവാദിയാവോ? ഇതിനല്ലോ.
പെണ്ണിനെ കൊണ്ടല്ലേ കഷ്ടപ്പെടുത്തുന്നു. മുതലെടുപ്പ് നടത്തുന്നത് ഓരോ രക്ഷിതാവും ആരെ കൊണ്ടാ? അലാം തുസബ്ബിജനി, നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരിക. എനിക്ക് എന്നില്ല, തുസബ്ബിജനി മസലൻ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാം. പിന്തക്കാം ഓരോരുത്തരുടെയും ഫർജ്, അതായത് ഫർജ് ഹലാലായി കിട്ടിയില്ലേ, മംഗലം നടന്നു കിട്ടിയില്ലേ, അതന്നെയാണ് സദാഖുൽ ഉഖ്റ, മറ്റേ പെണ്ണിന്റെ മഹർ. മറ്റേ പെണ്ണിന് പറയത്തക്ക രൂപത്തിൽ ഇനി എന്തില്ല, മറ്റേ പെണ്ണിന് ഈ കല്യാണം കൊണ്ട് എന്താ കിട്ടിയത്? ഈ കല്യാണം കൊണ്ട് ഓരോ പെണ്ണിനും എന്താ കിട്ടിയത്? ഓരോരുത്തരുടെ ഫർജ് മറ്റേയാൾക്ക് ഹലാലായി കിട്ടും. അതാണ് സദാഖുൽ ഉഖ്റ. മറ്റേ പെണ്ണിന് കിട്ടിയ പ്രതിഫലം അതാണ്. ഏത്? ഇവളുടെ ഫർജ് അവളുടെ ഫർജ്, ആ ഫർജ് ഹലാലായി കൊടുത്തത് സദാഖുൽ ഉഖ്റ. അപ്പൊ പെണ്ണിന്റെ മഹറുണ്ടാ, പിന്നെന്താ പ്രതിഫലം? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഒരാളുകളെ കെട്ടിയിട്ടില്ലേ, അന്നേരം ഫർജ് ഹലാലായി കിട്ടിയില്ലേ, ഫ്രീ ആയിട്ട്. അതന്നെ. പക്ഷെ പെണ്ണിനല്ല കിട്ടിയത്, കുടുംബത്തിൽ ആദായം കിട്ടിയിട്ടില്ലേ, ഫർജ് ഹലാലായി കിട്ടിയിട്ടില്ലേ. അതുപോലെ ഈ വീട്ടിൽ നിന്ന് ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അയാൾ മഹർ കൊടുത്തണ, ഫർജ് ഹലാലായി കിട്ടിയില്ലേ, അത് ബദലായി പകരം കിട്ടി. ആർക്ക് ബദൽ? ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിയുന്ന പെണ്ണിന് മഹർ കിട്ടേണ്ടതായിരുന്നില്ലേ, കിട്ടാതെ ഒഴിവായി. കബൂലും ചെയ്യുക ഇതേപോലെ. തസബ്ബജ്തുഹാ, ഞാൻ വിവാഹം ചെയ്തു, അല്ലെങ്കിൽ സബ്ബജ്തുക മസലൻ, ഇതേപോലെ തന്നെ ഈ ശർത്തും പറഞ്ഞുകൊണ്ട് തസബ്ബജ്തുഹാ, അത് ആര് പറയുമ്പോ ഇതേ ശർത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ശീല അവതരിപ്പിക്കുക. തസബ്ബജ്തുഹാ, അത് കാവിരി. സബ്ബജ്തുക വഇല്ലത്തുൽ ബുതുലാൻ, ഇവിടെ ബാത്തിലാകുന്നതിന്റെ രഹസ്യം എന്താ? എന്തിനാണ് ഈ ബാത്തിലാക്കേണ്ട ആവശ്യം? അത്തശ്രീകു ഫിൽ വുദൂഇ, ഫർജിൽ ഒന്നിലധികം ആൾക്ക് അധികാരം വന്നു. അങ്ങനെ അധികാരം ഫർജിൽ രണ്ടാൾക്ക് ഉടമ വരുന്നുണ്ടാ ഒരു ഫർജിൽ? ഇതെന്ന കുല്ലൻ, ഓരോ വ്യക്തികളും ജഅല തന്റെ മൗലിയത്തിന്റെ ഫർജിനെ ആക്കി, മൗലിദല്ലി നിക്കാഹി, നിക്കാഹിന്റെ മഫ്ഊലാക്കിയില്ലേ. ഈ വലിയ കെട്ടിച്ചത് ഈ പെണ്ണിനെ അല്ലേ, അപ്പൊ എന്താ മഫ്ഊലാക്കി വെച്ചത്? ഈ മൗലിയത്തിന്റെ ഫർജിനെ. ഇതന്നെയല്ലേ മറ്റേ പെണ്ണിന് കിട്ടുന്ന മഹറും, മറ്റേ പെണ്ണിന് കിട്ടിയ സമ്മാനം തന്നെയല്ലേ. ഇവനിക്ക് ഫർജ് ഹലാലായി കിട്ടുക എന്നതല്ലേ മറ്റേ പെണ്ണിന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത് സാദൃശ്യമായി തസ്വീജഹ, ഒരു പെണ്ണിനെ കെട്ടിക്കുന്നതിന് നിർണത്തിലേക്ക് രണ്ട് പുതിയാപ്പിളക്ക്, ഒരു പെണ്ണിനെ രണ്ട് പുതിയാപ്പിളക്ക് കെട്ടിച്ച പോലെയായില്ലേ. വയത്തറഹുറാഫിയോ, ഈ ഇല്ലത്തിനെ റാഫി ഇമാം എതിർത്തു. ബിമാ ഫീഹി നദറുൻ, ബിമാ ഒരു കാര്യം വെച്ചുകൊണ്ട്, ആ കാര്യത്തിൽ എന്തുണ്ട്? ആ പരാതി, ഇങ്ങനെയൊന്നും ഇല്ലത്ത് പറയാൻ പാടില്ല, ഇതൊരു ഇല്ലത്തല്ല എന്നെല്ലാം പറഞ്ഞു. വക്കീല ഗൈറു ദാലിക, ഇതല്ല ഇല്ലത്ത്, വേറൊരു ഇല്ലത്തുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാമു, ഇമാമുൽ ഹറമൈനി ലൈഫാക്കി അൽ മആനിയ കുല്ലഹ, എല്ലാ ഇല്ലത്തുകളും. അതൊന്നും ഇല്ലത്തേ അല്ല പോലും, അതെല്ലാം ബാത്തിലും മർദൂദാണ്. മസ്അല അങ്ങനെ ഇല്ലത്ത് ഇതൊന്നല്ല, ഒന്നല്ല. ഇമാമുൽ ഹറമൈനി ആസ്പദമാക്കിയത് ഖബറാണ്. ഹദീസിൽ ഇങ്ങനെ കാണുന്നു, അതുകൊണ്ട് പാടില്ല, വേറെ ഇല്ലത്തില്ല. അതേ സമയത്ത് ഫൈലം യജിഅൽ അൽ വുദൂഅ സദാഖൻ,
എന്താ അങ്ങനെ വ്യവസ്ഥയില്ല. ഞാൻ കാല സബ്ബജുത്തുക ബിന്ദി, എൻ്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചു തരും, നിന്റെ മകളെ നീയും കെട്ടിക്കണം. ഇത്രയേ ഉള്ളൂ. നിന്റെ മകളെ എനിക്ക് തരുമെങ്കിൽ മാത്രമേ എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് തരുള്ളൂ. മകളെല്ലാം അത് അതിൻ്റെ ഹക്ക് പോലെ ആയിക്കോട്ടെ. എന്നാ പല സഹോസി ഹക്ക് രണ്ട് നിക്കാഹും സഹി തന്നെ. മഹറിൽ മിസിൽ കൊടുത്താൽ മതി. പറഞ്ഞ മഹറെല്ലാം പോയി. മഹർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ പറഞ്ഞ മഹർ പറ്റൂല. കാരണം പകരം കെട്ടിക്കുന്നത് കൊണ്ടാണ് ഇത്ര മഹറാക്കിയത്. അപ്പം മഹർ വിശ്വസിക്കാൻ പറ്റില്ല. പകരം ഇങ്ങനെ ഒരാളെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ മഹർ അധികം പറഞ്ഞാൽ ഇവനോട് അധികം വാങ്ങാൻ പറ്റൂലേ? അങ്ങനെ വരും. അതുകൊണ്ട് ഈ മഹർ വിശ്വാസയോഗ്യല്ല. പറഞ്ഞ മഹറെല്ലാം മാറ്റണം കേട്ടോ. ഈ അതമിത്ത ശരിക്ക് ഇവിടെ ഫർജിൽ ഒന്നിലധികം ആൾക്ക് അധികാരം വരുന്നുണ്ടോ? അമാഫീഹി, ഇതിൽ വരുന്നതായ ഒരു ബുദ്ധിമുട്ട്. ഒരേ അക്കതിനെ ഷർത്ത് വെച്ച് പിന്നെ ഒരു അക്കതിന് വേണ്ടി എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്നത്, നിങ്ങളുടെ മകളെ നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരുമെങ്കിൽ മാത്രമാണെന്ന് പറഞ്ഞില്ലേ? അതിലായിട്ടില്ല. അത് അതാത് ആളുടെ ഇഷ്ടം. എന്തിനെ ബാത്തിലാക്കില്ല. ആ നിങ്ങളുടെ മകളെ ഞാൻ കെട്ടട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ മകളെ ഞാൻ കെട്ടട്ടോ? അങ്ങനെ കരാർ വെക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പറഞ്ഞോണ്ടൊന്നും ഇവിടെ കളിയുണ്ടാ കലാമിയും എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞ സ്ഥാനത്തായില്ലേ? നീ കബൂലി വേണ്ടാല. പുതിയാപ്പള ഖബർ മുഖദ്ദമാക്കിയാൽ പറ്റൂലേ? അമ്രുഫീൽ പറഞ്ഞാൽ കബൂലി വേണ്ടാന്നില്ലേ? അത് ഇതും അങ്ങനെ തന്നെയല്ലേ? ഇവിടെ വ്യവസ്ഥ വെക്കുന്നുണ്ടല്ല. അപ്പൊ അമ്രുഫീലിന്റെ സ്ഥാനത്തായില്ലേ? എന്ന് പറഞ്ഞെടുത്ത് ഇനി എന്ത് വേണ്ട? ഇത് ആയാൽ തന്നെ ആയി. ഒരു ഭാഗം കൊണ്ട് തന്നെ രണ്ടുമായി. ഇസ്തിജാബുൻ ഖായിമുൻ മഖാമ സബ്ബിജിനി, അത് ഈജാബിനെ തേടലായി കബൂലിന്റെ സ്ഥാനത്ത് ഇത് തന്നെ നിന്നു. ഇനി എന്ത് വേണ്ട? ഈജാബിന്റെ സ്ഥാനത്ത് നിൽക്കൂല എന്നുണ്ടെങ്കിൽ എന്ത് വേണമായിരുന്നു? ഇവിടെ കബൂല് വേണ്ട, വേണം. ഇനി ഒരു ഭാഗത്ത് മാത്രം സദാക്കാക്കിയാലോ ഫർജി, മറ്റേ ഭാഗത്തില്ല. ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാക്കുന്നുണ്ട്, ചികാറാക്കി, മറ്റേ ഭാഗത്തില്ല പോലും. എന്നാൽ രണ്ട് നിക്കാഹും പൊളിഞ്ഞു നിന്നാ അല്ല, ഷിഹാറാക്കിയ ഭാഗത്ത് പൊളിഞ്ഞു നിന്നാ ആ ഭാഗത്ത് മാത്രമേ എന്താവുള്ളൂ, മറ്റേ ഭാഗത്ത് എന്താവൂല. എന്റെ മകളെ ഞാൻ നിങ്ങൾക്ക് ഇണയാക്കി തന്നു, വെറുതെ ഇണയാക്കി തരൂല. പക്ഷേ നിങ്ങളുടെ മകളുടെ ഫർജുണ്ടല്ലോ, അതായത് നിങ്ങളുടെ മകളുടെ ഫർജ് ഉടമയാക്കി തന്നു. ഇന്ന് മെച്ചം കൊണ്ട് ഏത് മായ്ക്കപ്പെട്ടു? എൻ്റെ മകൾക്കുള്ള സദാക്ക് മായ്ക്കപ്പെട്ടു. അങ്ങനെയല്ലേ വരുന്നു. ഞാൻ എൻ്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചു തരുന്നു, നിങ്ങളെന്ത് വേണം? നിങ്ങളുടെ മകളെ എനിക്കും കെട്ടിക്കണം. നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും മഹർ കിട്ടണ്ടേ? അല്ല, എൻ്റെ മകൾക്ക് എന്തെങ്കിലും മഹർ കിട്ടണ്ടേ? ആ മഹറിന് പകരമായിട്ട് എന്തായി നിങ്ങൾ
കെട്ടിയിട്ട് വന്നല്ലോ ഇവിടെ. അപ്പൊ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നു എന്ന ആ നന്മ ഇതിന് പകരം തന്നു. അപ്പൊ ആർക്കേ നഷ്ടമുള്ളൂ ഇവിടെ? ഇവളുടെ മകൾക്കല്ലേ നഷ്ടം? ആടെ യേശുല്ലപ്പൽ അന്നേ മഹർ കൊടുക്കേണ്ടത് മഹറിൽ വിധിക്കും. ഈ പറഞ്ഞ മഹറല്ല. ഇതിന്റെ അക്സ് സൂറത്തിലോ ഈ കൈത് കൂട്ടിയത് അങ്ങനെ പറഞ്ഞതെങ്കിൽ ഇനി വലവ് സമ്മയാ പറഞ്ഞോ, വലവ് സമ്മയാ മാല് വേറെയും കൊണ്ടുപോയി ഇതേ ഉദീന സദാക്കാക്കിയിട്ടുണ്ട്. എന്തിനാണ് മഹർ വാങ്ങുന്നത്? മഹറിന്റെ ആവശ്യം എന്ത്? എൻ്റെ പെണ്ണിന്റെ പറഞ്ഞ് നിനക്ക് കിട്ടിയില്ലേ? നിന്റെ പെണ്ണിന്റെ പറഞ്ഞ് എനിക്ക് കിട്ടിയില്ലേ? അപ്പൊ പെണ്ണിനെ കൊണ്ട് തന്നെ അപ്പിനെ ഒപ്പിച്ചില്ലേ? ഇനി എന്തിനു മഹർ? പക്ഷേ മഹർ ഹക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. മഹറെന്ന് പറഞ്ഞിട്ടില്ല. പൈസ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലോ മാല് വേണ്ടത്ര പറയുന്നുണ്ട്, മഹർ തരൂല എന്നും പറയുന്നു. എന്നാലോ എന്റെ മകളെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നു എന്ന അനുഭൂതിയും അതിന്റെ പുറമെ 1000 കൂടി മഹറാക്കിക്കോ. അങ്ങനെ വെച്ച് കെട്ടിയത്. എന്നാലും കൊത്തല ഫില്ലസ എന്താണ് ണ്ടല്ല സംഖ്യ കുറച്ച് അധികമായി കിട്ടീന്. അത് ഹെൽപ്പിന് 1000 കൂടെ കിട്ടീന്നല്ലുള്ളൂ. നേരത്തെ പെണ്ണിന് അർഹമായ ഫ്രീയായ മഹറില്ല എന്ന് പറഞ്ഞതാടിയും വന്നില്ലേ? മിൻ കലാമിഹി വഗൈരിഹി മിൻ കലാമിഹി വഗൈരിഹി. ഇനി ബാത്തിലായ വേറെ ഒരു രൂപം വരുന്നു. കെട്ടൽ അനുവദനീയമാണ് എന്ന് ഐനുൽ യഖീനാക്കിയിട്ട് വേണം കെട്ടാൻ. ഭാഗ്യമുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കെട്ടിച്ച് വയ്യ നോക്കുമ്പോഴേക്ക് നേർക്കന്നെ പോലും. അതുപോലെ ഇനി പ്രവേശിക്കുമ്പോൾ തന്നെ ഉറപ്പ് വേണം. അങ്ങനെയാ മസാല പോലും. ഇങ്ങനെ 227 ആ മസാല കൊടുത്തത്. എന്താ ഉള്ളത്? അന്നഹു ലാ ബുദ്ദ ഫി സൗജി മിൻ ഇൽമിഹി. സൗജിന് പരിപൂർണ ബോധ്യം വേണം. ഇല്ലൽ മർഗത്തിലഹു, ഈ കെട്ടാനിരിക്കുന്ന പെണ്ണ് കെട്ടൽ അനുവദനീയം തന്നെയാണ്. എനിക്ക് അനുവദനീയം തന്നെയോ അല്ലേ എന്ന നിസ്കാരം ബാക്കിയുണ്ട് പോലും. ഞാൻ കെട്ടിയാൽ പറ്റോ? ഈ നിക്കാഹ് കഴിയുമ്പോഴേക്ക് ഉത്തരം കിട്ടി, നിസ്കാരമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഹലാലും തന്നെ. എന്നാൽ മനസ്സറിഞ്ഞ് ഇൽമ വേണം പോലും, എന്നാലേ എന്താകും പോലും. പിന്നീടല്ല അതൊക്കെ ജീവത്തിനല്ല ഒരു പെണ്ണിനെ കെട്ടി ഇത് എൻ്റെ റവായിനാലുള്ള ഉത്താണ് എന്ന് ഭാവിച്ചു. എന്തെങ്കിലും ആയിക്കോട്ട്, ആളെല്ലാം വന്നതല്ലേ കവിഴ്ത്തു നിക്കാഹ് പറഞ്ഞു പോലും. പിന്നെ രേഖ പരിശോധിക്കുമ്പോൾ പ്രഭാവമൊന്നും ഇല്ല പോലും. എന്നാൽ നിക്കാഹ് സഹി തന്നെ, ഒന്നുമില്ല, നിങ്ങൾ ഇടയിൽ പേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അന്നഹു ലാ ബുദ്ദ ഫി സൗജി മിൻ ഇൽമിഹി. ഇൽമ എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലൽ മർഗത്തിലഹു. എന്താ അറിയണ്ടി? ഇല്ലൽ മർഗത്തിലഹു എന്താ? ഹലാലാണോ അല്ലയോ എന്ന് അറിയാതെ രൂപത്തിൽ കെട്ടിയിട്ട് വയ്യ ഭാഗ്യത്തിന് എന്തായിപ്പോയി, അതുപോലെ പോയി. പലോ ജഹിലഹില്ല, ഹലാലാണോ ഹറാമാണോ എന്ന് അറിയൂല
എന്നാലും യസിഹ നിക്കാഹുഹാ എന്താണ് തീരെ സഹിയാവൂല എന്നാണോ സഹീഹാണ് എന്ന് ഇപ്പോഴേ പറയാൻ പറ്റൂല എന്നാണോ? തീരെ ശരിയാവില്ല എന്നല്ല, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നഫ്സുൽ അംറിനോട് ഒത്താൻ മതി. അതുകൊണ്ട് സഹീഹാണ് എന്ന് ഇപ്പോഴേ നിങ്ങൾ പറഞ്ഞ് നടക്കരുത്. ഒരുപക്ഷെ ഇത് ബാത്തിലും ആകാം, ഒരുപക്ഷെ സഹീഹും ആകാം. സഹീഹാണെന്ന് ഇപ്പോൾ വിധി പറഞ്ഞുകൂടാന്നാണ്. അതുകൊണ്ട് മൂണ്ടുണ്ടാവും. താഴെ പറയുന്നുണ്ടല്ല സഹീഹാണ് എന്ന് പറഞ്ഞതോ അല്ല 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 എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുക്കിൽ സഹിയായിട്ട് എത്തൂല. വലിയ ഭാഗ്യത്തിനൊത്തുപോയില്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഈ കാലിന് ആഹില്ല പറഞ്ഞതുപോലെ ഇമാത്ത് പള്ളിയിലുള്ള ആള് ഇതൊരു നിക്കാഹായിട്ട് അംഗീകരിക്കില്ല. എത്തി ഒന്നല്ല, കാരണം അവർക്ക് ഉറപ്പുള്ളതേ ഇടപെടാൻ പറ്റുള്ളൂ എന്നാണ്. നിക്കാഹിന്റെ അക്കതായിട്ട് ഇത് ഒരു വരവ് വെച്ചാണ് ഇവന്റെ മനസ്സ് ക്ലിയറില്ലാണ്ട് കെട്ടിയോണ്ട് അത് ലാഹിറിലാണ് എന്ന് ബേക്കില്ല ലഫ്സ് കൊണ്ട് കിട്ടുന്നുണ്ട്. മഫ്കൂദിന്റെ ഭാര്യന്റെ നിക്കാഹ് സഹിയാണ് എന്നുണ്ടല്ലോ. മാനമയ്യത്തൻ ഭർത്താവ് മരിച്ചിരുന്നുവെന്ന് പിന്നീടാണ് അറിഞ്ഞത്, കെട്ടുമ്പോഴല്ല. അവിടെ നിങ്ങൾ തെളിയിച്ചത് എങ്ങനെയാണ്? ഈ പറഞ്ഞതിനോട് ഏറ്റുമുട്ടുന്നുണ്ട് പോലും. മാമറ എന്നല്ല, അത് 8-ാം ജുസിയിലായി ഞാൻ പറഞ്ഞു. മാമറൊന്നുമില്ല, നീ കെട്ടിക്കോ. ഒരു ഈ പെണ്ണിന്റെ ഭർത്താവ് വരത്തില്ല പോലും. അന്നേരം ഒരാൾ കെട്ടി, ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാകാനും മതി, അറിയുന്നതിന് മുമ്പ് കെട്ടിന് പോലും. എന്നിട്ട് പിന്നീട് അറിഞ്ഞു ഭർത്താവ് പണ്ടെന്നെ മരിച്ചിന്, ഇദ്ദേഹം പണ്ടേ തീർന്നു. 8-ാം ജുസിയിലുണ്ട് മഫ്കൂദിന്റെ കഥ, ഇദ്ദേഹന്റെ ഭാഗം അവിടെ തീർത്ത് പറയുന്നുണ്ട്. മാമറാന്ന് പറഞ്ഞിട്ട് ആളെ 8-ാം ജുസ് എടുക്കുക ഈ കഥ, മഫ്കൂദിന്റെ കഥ. ഇത് എൻ്റെ അടിയിൽ മഫ്കൂദിന്റെ ഭാര്യനെ ഒരാൾ കെട്ടിയാൽ അന്ന് സംശയത്തോടെ കെട്ടുകയും പിന്നീട് എന്തറിയുകയും ചെയ്തു. എന്താ അറിഞ്ഞത്? എന്നാ മതി പോലും, അത്രേ വേണ്ടു. ഭർത്താവില്ലല്ലോ, കെട്ടിയതിന് മോശമൊന്നുമില്ല പോലും, രക്ഷപ്പെട്ടു പോലും, ഇന്നും പേടിക്കണ്ട പോലും. ഇതിനോടൊത്ത് ഒരു പെണ്ണിന്റെ ഭർത്താവ് വരത്തില്ല, മരിച്ചോ ഓടിയോ അതൊന്നും ഞമ്മക്കറിയില്ല പോലും. ആ പെണ്ണിനെ ഒരാളെന്താക്കി പോലും വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്യുന്ന സമയത്ത് ചോദ്യോത്തരം നടന്നു പോലും. എടാ നീ എന്തറിഞ്ഞിട്ടാ കെട്ടുന്നത്? ഈ പെണ്ണിന്റെ മുമ്പത്തെ ഭർത്താവ് മരിച്ചുവോ? അതൊന്നും ഞാൻ അറിയൂല, ഞാൻ കെട്ടി. പിന്നീട് അറിഞ്ഞു എന്ത് മരിച്ചു. നോക്കുമ്പോഴേക്ക് ഇത് തീർന്നിട്ടുമുണ്ട് പോലും. എന്താണ് നിക്കാഹിന് ഒരു മുടക്കവും തന്നെ ഇല്ല പോലും. അന്നേരം പേടിച്ചു എന്നേ ഉള്ളൂ. 8,254. പിന്നെ മാമറ പറഞ്ഞു തോപ്പിക്കും 1000 പറഞ്ഞു. ഒന്നും മനസ്സിലാകുന്നില്ലേന്ന്. മഫ്കൂദ് എന്ന് പറഞ്ഞാല് ഭർത്താവിനെ കാണാതായി പോയി. അയാളുടെ ഭാര്യയെ ഒരാൾ കെട്ടി. 8-ാം ജുസ് 254 പറയും. മാമറയൊന്നുമില്ല. മാമറയിലൂടെ പറഞ്ഞു. അവിടെ ഒരു ചോദ്യം ഒരു ഉത്തരവുണ്ട്. ഒരു ഭർത്താവ് കുറെ കാലമായി പോലും പോയിട്ട് അവന്റെ അഡ്രസ് ഒന്നും ഇല്ല പോലും. പുതിയാപ്പിള ചോദിക്കുന്നുണ്ട് ഈ പെണ്ണിനെ കെട്ടോ. കെട്ടൽ ഹറാമാണ്. കാണുന്നവർ വിവാഹമായിട്ട് അംഗീകരിക്കൂല, ഹറാമും തന്നെ. വിശ്വാസം ഇല്ലാണ്ടതിനെ കെട്ടൽ. ആ ഭർത്താവിന്റെ അബദ്ധം അറിയാവോ? ഇവന് ധിക്കാരം കാട്ടി കെട്ടി പോലും കുറ്റമുണ്ട്. പിന്നെ അറിഞ്ഞ് ഓൻ പണ്ടേ മരിച്ചിട്ട് ഓന്റെ ഇദ്ദേഹം പണ്ടേ കഴിഞ്ഞെന്ന്. എന്നാ ഒരു മുടക്കവും ഇല്ല പോലും.
നഫ്സുൽ അംറല്ലേ 254. അതിനോട് ഒത്തു നോക്കുമ്പോൾ ഇവിടുത്തെ ഞാൻ പറഞ്ഞ മസാല ശരിയാവോ? ഓ എതിരായില്ലേ? മിൻ സിഹത്തി നിക്കാഹി സൗജത്തി മഫ്കൂദി. എന്താ മായത്തി? എന്താണ് മായത്തി? എങ്ങനെയുള്ള മഫ്കൂദ്? ബാനമയ്യത്ത്, മയ്യത്താണെന്ന് പിന്നീട് അറിഞ്ഞത്. ആ മയ്യത്ത് തന്നെയാണ്. എപ്പോൾ മയ്യത്തായിരുന്നു? ഇവന്നെ യുദ്ധ കഴിയുന്ന രൂപത്തിൽ തന്നെ മുമ്പേ യുദ്ധം കൂടി ചെയ്യണ്ടേ എപ്പോഴേക്ക്? അത്രയും മുന്നേ ആര് മരിച്ചത്? പക്ഷെ അത് വലിയ വിവരം കിട്ടിയത്. എന്നാ നിക്കാൽ പൊളിക്കണ്ട പോലും ഇപ്പൊ കിട്ടിയ നിക്കാൽ പറ്റും. വേറൊരു സംഭവം ഉണ്ടല്ലോ, അമത്തിന് ഉപരിസിഹി, ബന്ധുവിന്റെ അമത്തിനെ കെട്ടി, അമത്തിനെ സമാന മയ്യത്ത് കെട്ടുമ്പോൾ എന്താ വിശ്വാസം? അപ്പൊ അയാളല്ലേ കെട്ടിക്കണ്ടി, അയാളോട് പറഞ്ഞിട്ടേ ഇല്ല. മകനാന്ന് കെട്ടിച്ചത് നോക്കുമ്പോഴേ അറിയാൻ സാധിച്ചു കെട്ടിക്കുന്ന നേരത്ത് ആര് മരിച്ചിരുന്നു. അതുകൊണ്ട് ഈ അമത്ത് ആരുടേത് തന്നെ ആയിരുന്നു. എന്നാ നിക്കാഹ് സഹി തന്നെ ബുദ്ധിമുട്ടില്ല എന്നല്ലേ പറഞ്ഞത്. ഉത്തൂല ഇഷ്കാല, ഒരു ഇഷ്കാലും വേണ്ട, ഒന്നുമില്ല. എന്നെ മാഹുനാമിനൽ ഇൽമി ബിഹിയ, ഹലാലാണെന്ന് ബോധ്യപ്പെട്ടാലേ നിക്കാഹ് തുടങ്ങാവൂ എന്ന് പറഞ്ഞത്. ഷർത്തുൽ ലിഹില്ലി മുബാശറത്തിൽ അഖ്ദി, അഖ്ദ് മുബാശറത്ത് ഹലാലാവാൻ, കുറ്റത്തിൽ നിന്ന് ഒഴിവാകാനുള്ള ഷർത്താണ് ആ പറഞ്ഞത്. അതുപോലെ കാണുന്നവർ ഇത് നിക്കാഹായിട്ട് വരവ് വെക്കാനുള്ള ഷർത്താണ് പറഞ്ഞത്. എന്ത് ജനമധ്യത്തിലും ഈ നിക്കാഹ് ശരിയാണ് എന്ന് കണക്കൂട്ടണ്ടിക്ക് എന്ത് വേണം? അറിയണം. നിങ്ങൾ പറഞ്ഞ രണ്ട് മസലയിൽ പറഞ്ഞ കാര്യം അത് രണ്ട് മസല അത് ബിന്നിസ്ബത്തിൽ തബയ്യിനി നുഫൂദിഹി ബാത്തിൻ എന്നാണ്. എന്താണ് ആടെ സഹീഹാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ബാത്തിനൻ നാഫിദാണ് എന്ന അർത്ഥം. വൈൻ അസീമ ബില്ലഖ്ദി വഹുക്കിമ ബിബുത്ലാനിഹി ളാഹി, കെട്ടിയവനും കെട്ടിച്ചവനും അവിടെ പങ്കെടുത്തവനും എല്ലാം കുറ്റക്കാരല്ലേ? കാരണം അവർ ചെയ്യുന്നത് എന്താ? അക്ദ് ഹറാമായ അക്ദാണത്. അത് നടത്താൻ ഏർപ്പാട് ചെയ്തവർ, പങ്കെടുത്തവർ, സാക്ഷികൾ എല്ലാം കുറ്റക്കാർ. ലാഹി നോക്കിയിട്ട് ഇവിടെ പറഞ്ഞെന്താ? ലമ്യസിയൻ നിക്കാവെന്ന് നേരത്തെ പറഞ്ഞെന്താ? ഉറപ്പില്ലാണ്ട് കെട്ടിയാൽ. എന്നാൽ അമ്മൽ ഫർക്കു, ഒരു വ്യത്യാസം പറയുന്നു. ഒരു ഫർക്ക് പറഞ്ഞവരുണ്ട്. ഹലാലാണെന്ന് ബോധ്യപ്പെടലിൽ രണ്ട് നിലക്കുണ്ട്. ഇവിടെ നിക്കാതെ ശരി പോലും ഇവിടെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചു, പക്ഷെ സംശയമുണ്ട് ഉലൂകത്തീനോ. ഉലൂകത്തീനില്ലെങ്കിൽ ആങ്ങളെ കെട്ടിച്ചാലാവില്ലല്ല. ഉലൂകത്തീനോന്ന് ഉറപ്പില്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ട് തൻ്റെ പെങ്ങളെ പിടിച്ച് കെട്ടിച്ചു. ഉലൂകത്തിയതായി ഉറപ്പില്ല. ഉലൂകുണ്ടോ ഇല്ലെന്നൊന്നും അറിയുന്നില്ല. സമാനത്ത് ബാലിഹ, രേഖ പരിശോധിക്കുമ്പോൾ പിന്നീട് അറിഞ്ഞു കെട്ടുന്ന കാലത്ത് എന്നിട്ട് അവിടെ അതുപോലെ എന്ത് ഇനി വേറെ സഹിയാകുന്നു. വിശ്വാസം ഇല്ലാണ്ട് കെട്ടിച്ച സഹിയാകുന്ന രണ്ട് മസല. അത് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ വലിയ ഉറപ്പിക്കണം. വിശ്വാസം ഇല്ലാണ്ട് കെട്ടിച്ചാൽ നമ്മൾ പറയേണ്ടത് ലാഹിറില് ബാത്തിനി അല്ല ബാത്തിലി നഫ്സുൽ അംറിലും തന്നെ അങ്ങനെയാ മസല പറയേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരു ഫർക്ക് പറയും. ഇങ്ങനെ ആദ്യം പറയുന്ന രണ്ട് മസലയിൽ വിശ്വാസം ഇല്ലെങ്കിലും സഹി, അവസാനം പറയുന്നതിലോ അവസാനം പറയുന്ന ഒരു മസല ഉണ്ട്, അവിടെ വിശ്വാസം ഇല്ലെങ്കിൽ
ബാത്തിൽ. ലാഹിർ ബാത്തിൽ നോക്കിയിട്ടല്ല വിധി പറയേണ്ടത്. പിന്നെ വിശ്വാസമുള്ള രണ്ട് മസലയും സ്വഹീഹുണ്ട്, ഒരു മസലയിലോ. അപ്പൊ ഈ ഫർക്ക് ന്യായം പറഞ്ഞുണ്ടാക്കിയും പോണം. ഇവിടെ എന്തുകൊണ്ട് സഹിയായി, അവിടെ എന്തുകൊണ്ട് ബാത്തിലായി? എവിടെയല്ല സഹിയായത്? വഅമ്മൽ ഫർഖു ബൈന സിഹതി ഫീ മൻ സഫദ അമതഹു ഉഖ്തഹു വഹുവ യശുക്കു അന്നഹാ ബാലിഗ ഔലാദ് തബാനത്ത് ബാലിഗ ഔ സഫദൽ ഖുസ ഫമാന റജുലൻ. അവിടെ സ്വഹീഹാണ്. കാരണം എക്കസക്ക് കുടുങ്ങിയത് ആരെ മനസ്സിലാകും? വലിയന്റെ മനസ്സിലാകും, ആരെ മനസ്സിലല്ല? ബാലികത്താണെന്ന് ഉറപ്പുവരുത്താണ് ഇവ കെട്ടിച്ചു പറ്റിച്ചു പോയി. എനിക്ക് കെട്ടിക്കുമ്പോൾ തന്നെ വല്ലാതെ പേടിയുണ്ട് പോലെ എനിക്കത് ശരിയാകുമോ. ഈ രണ്ട് മസലയിൽ ഈ പേടി ആയിരിക്കാൻ വലിയ, അതുകൊണ്ട് സാരിയില്ല. മുത്തലാൻ ഫീമൻ സബ്ബജ മൗലിയത്തഹു ഖബല ഇൽമിഹി മിൻ ഇദത്തിഹ. എല്ലാം ഇവിടെ അങ്ങനെ തന്നെ വലിയ മനസ്സിലുണ്ട്. ഇത് തീർന്നണോ ഇല്ലയോ എന്ന സംശയമുള്ള അടുത്ത് കെട്ടിച്ച്. ആടെയോ മുത്തലാനി, മുത്തലാനിന്റെ ഇടയിൽ സിഹാത്തി എന്ന് പറഞ്ഞില്ലേ, ഫീമൻ സബ്ബജ മൗലിയത്തഹു ഖബല ഇൽമിഹി മിൻ ഇദത്തിഹ. ആടെ എന്തായി പോകും പോലും. എന്താ കാരണം? അവിടെ ചർച്ച എന്തിനാ അവസാനിപ്പിക്കുന്നു? ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ആക്കിയതിന്റെ വിലായത്തുണ്ടോ ഇല്ലേ എന്നാണ്. ഉരുകാകാത്ത കാലത്തോളം വിലായത്തുണ്ടാ, അതുപോലെ ഉൻസയാവാத കാലത്തോളം വിലായത്തുണ്ടാ. അല്ല സബ്ബജ കുന്ത കെട്ടിച്ച് പെങ്ങളെ പ്രമാന ഈ കുന്ത എന്താണെന്ന് അറിഞ്ഞു. പിന്നെ അവിടെ പറ്റുന്നു പോലും. കാരണം അവിടെ സംശയം മുഴുവനും എന്തിന്റെ വിഷയത്തിലാണ്? വിലായത്തുണ്ടോ ഇല്ല എന്നോ. വിലായത്തുണ്ടെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ഞാൻ വലിയാണോ അല്ലയോ എന്ന് അറിഞ്ഞ ശേഷം കെട്ടിക്കാവുന്നില്ല, പിന്നീട് അറിഞ്ഞാലും മതി. വിലായത്തിലാണ് അവിടെ കൗട്ട്. രണ്ടാമത്തെടുത്തോ അവസാനത്തെടുത്ത് മങ്കുവത്ത് ഹലാലാകോ? അപ്പൊ ആർക്കുള്ള സംശയം? ഞാനാണോ വലിയെന്നല്ല സംശയം. അപ്പൊ സൗജിന്റെ പരിപൂർണ്ണ ഉറപ്പന്നെ വേണം. അവിടെ സൗജിന്റെ അടുത്താണ് ആദ്യത്തെ രണ്ട് മസലയിൽ സൗജിന്റെ പ്രശ്നം പറ്റില്ല. ഇവിടെയോ ഉറപ്പ് വരുന്നില്ല. ബഹുലാബുദ്ധമിന്റെ ഹക്കി എന്താണ് പോണം. കാരണം ഇത് ആരുടെ ജാനിബാണ്? എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയത് പപ്പീനതൊന്നാണ്. അങ്ങനെയൊന്നും ഒരു നിയമം കൂടി ഇല്ല, ഇങ്ങനത്തെ പുറത്തൊന്നും കൂടി ഇല്ല. ഈ നിയമത്തെ ബാത്തിലാക്കി മാത്തക്കറ മായോത്തി നടത്തം അല്ല, മാത്തക്കറ തന്നെ പറയാം. ഇപ്പൊ ഞമ്മ പറഞ്ഞു വെച്ചത് എന്ത്? മഫ്കൂദിന്റെ ദൗത്യത്തിനെ കെട്ടിയ മഫ്കൂദിന്റെ ദൗത്യത്തിനെ കെട്ടുമ്പോ ആ പുതിയ അപ്പുറത്താ കരുതി ഉറപ്പിക്കുന്നു. ദൗജിന്നല്ല പോലും പേടി. ദൗജിന്റെ പേടി അങ്ങനെ വേറെയും വലിയന്റെ പേടി വേറെ അങ്ങനെ ഇല്ല പോലും ഉണ്ട്. ആരെ പേടിയായാലും വലിയ പേടി നീങ്ങിയാലും നിക്കാതെ ചെയ്യും. അതിന് സാക്ഷിയാണ് മഫ്കൂദിന്റെ ദൗത്യത്തിനെ കെട്ടിയ ചരിത്രം. എന്താ ഈ ഭർത്താവിനോട് തന്നെ എന്താ പറഞ്ഞു? വന്ന ഭർത്താവിനോട് മൂന്ന് മസല വെച്ചിട്ട് രണ്ടെണ്ണത്തിൽ സ്വഹീഹ്. അവിടെ വലിയനാണ് പോലും ശക്ക്, മറ്റടുത്ത് സൗജിന്നാ ശക്ക്. സൗജിന്റെ ശക്ക് പൊക്കൂല. ആരെ ശക്ക് പൊക്കും? അത് തെറ്റാണ്. അങ്ങനത്തെ മാറ്റമൊന്നും ഇല്ല. എല്ലാവരുടെ ശക്കും പൊക്കും. ഇവിടെ മഫ്കൂദിന്റെ ദൗത്യത്തിനെ കെട്ടുമ്പോൾ ആർക്കാണ് ശക്തി? ഏതോ കാലത്ത് വിരണ്ടോടിയതായ ഒരു ഭർത്താവിന്റെ ഭാര്യ
ഒരു പുതിയ ഭർത്താവ് കെട്ടുന്നു, അവനോട് എന്ത് പറഞ്ഞിട്ടാ കെട്ടുന്നു? മരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞതാ. മരിച്ചിട്ടുണ്ടായിരിക്കാം, അത് നമുക്ക് പറയാൻ കഴിയൂല. നീ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടിക്കോന്നല്ലേ. അപ്പൊ എന്റെ മനസ്സിൽ പേടിയില്ലേ? ഒരുപക്ഷെ ആയാത്തോടെ ആരുണ്ട്, എന്നിട്ടും പിന്നീട് സഹിയായില്ലേ? പൂർവ ഭർത്താവ് മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാതിരിക്കും ഔല, അതല്ലേ ഏറ്റവും ശക്തമായത്. എന്തിനേക്കാൾ യുദ്ധം കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയുന്നതിനേക്കാൾ ഗുരുതര പ്രശ്നമല്ലേ ഏത്? മരിച്ചു ഉറപ്പുണ്ട, അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം. ഇതിനേക്കാണ്. എന്നിട്ട് പോലും ഇത് പുതിയ സൗജിനെ പറഞ്ഞിട്ട് പറ്റിച്ചതാ. ആദ്യത്തെ ഭർത്താവ് മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു കെട്ടിച്ച കഥയാ. പിന്നെ ഈ പുതിയ സൗജിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എൻ്റെ ആദ്യത്തെ ഭർത്താവ് മരിച്ചിട്ടുണ്ട് എന്ന് കള്ളത്രാണം പറഞ്ഞ് കെട്ടിച്ചതാണോ പറഞ്ഞത്? അവനോട് പറയുന്ന ആദ്യത്തെ ഭർത്താവിനെ കാണുന്നില്ല, എന്താന്ന് അറിയില്ല, നിങ്ങൾ കെട്ടുന്നോ? അപ്പൊ ഇവനിക്ക് എന്താ അതമുല്ലിമല്ലേ വരുന്നു? ഏത്? അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ഇതിനേക്കാൾ എന്നിട്ട് പോലും അവിടുത്തെ നിക്കാൽ ശൈലാണ്. എപ്പോ ശൈയാൽ അറിഞ്ഞാൽ ഇതാപാന മൗത്ത് പിന്നീട് അറിഞ്ഞാൽ എങ്കിൽ ഫഖദായ ശിവനിക്കാഹുലുഖറ ഇതാപാന ഇൻഖിലാഉ ഇദ്ദത്തിഹ. അതുകൊണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ ന്യായം പറയാൻ പാടില്ല. സഹീഹല്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ, സഹീഹാണ് പറഞ്ഞത് ഇങ്ങനെ. എന്താണ് ഞാൻ പറഞ്ഞ ജവാബ് അല്ലാണ്ട് വേറെ ജവാബ് പറയാൻ പാടില്ല. സഹീഹല്ല എന്നതിനും സഹീഹാണ് എന്നതിനും ഞാനൊരു ജവാബ് പറഞ്ഞിട്ടില്ല. എന്താണ് ആഹിറിൽ ഇവരുടെ മേലെല്ലാം കുറ്റം ചുമത്തും, നിക്കാഹല്ല എന്ന് വിധിക്കുകയും ചെയ്യും. ഒന്നാൻ്റെ അടുക്കൽ എന്താകുകയും ചെയ്യും. അതാ ഉത്തരം. അല്ലാണ്ട് ഇങ്ങനെ കുറെ സഹിയാകുന്ന പോലെയുണ്ട്, കുറെ സഹിയാകാത്ത പോലെയുണ്ട്. ഇങ്ങനെയാ പറഞ്ഞുണ്ടാക്കൽ. എല്ലായിടത്തും സഹിയല്ല, ബാത്തിനിൽ സഹിയല്ല. സഹിയല്ല എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ